2024 നടന്ന പൊതുപരീക്ഷയിലെ അഖീദയുടെ 5ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരവുമാണ് നമുക്ക് നോക്കാറുള്ളത്. ആദ്യമായിട്ട് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ എടുത്തെഴുതുക എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഏതാണോ ചേരുന്നത് അവിടെ യോജിപ്പിച്ച് എഴുതണം. ചോദ്യം 1, എല്ലാ കഴിവുകളുടെയും ഉടമ. ഉത്തരം ബ്രാക്കറ്റിൽ കാണാം, അല്ലാഹു. ചോദ്യം 2, മരിച്ചവരെ ജീവിപ്പിക്കൽ. ഉത്തരം ബ്രാക്കറ്റിൽ കാണാം, ഈസ അലൈഹിസ്സലാം. ചോദ്യം 3, അതിഗുരുതരമായ അതിക്രമം. ഉത്തരം ഷിർക്ക്. ചോദ്യം 4, ഔലിയാക്കൾ. ഉത്തരം കറാമത്ത്. ചോദ്യം 5, തീഗുണ്ടാരം. ഉത്തരം ഇബ്രാഹിം അലൈഹിസ്സലാം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക എന്നതാണ്. ഓരോ ചോദ്യത്തിനും ബ്രാക്കറ്റിൽ ചില ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരി ഏതാണോ അതിന് ശരിയെന്ന് അടയാളപ്പെടുത്തണം. ചോദ്യം 1, ഈജിപ്തിലെ ഗവർണർ. ഉത്തരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 2, അൽ ഖുലഫാ ഉർ റാഷിദൂൻ. ഉത്തരം 4. ചോദ്യം 3, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചോദ്യം 4, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഉത്തരം ഖുർആൻ. ചോദ്യം 5, നൈൽ നദിക്ക് കത്തെഴുതി. ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1, കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. ചോദ്യം 2, ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ചോദ്യം 3, ആരാണ് അംബിയ മുർസലുകൾ? ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ചോദ്യം 4, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഉത്തരം ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ചോദ്യം 5, തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നതാണ്. ചോദ്യം 1, ശിർക്ക്. ഉത്തരം അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം. ചോദ്യം 2, മുഅ്ജിസത്ത്. ഉത്തരം പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ. പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന
അസാധാരണ സംഭവങ്ങൾ. ചോദ്യം 3 ഇജ്മാ. ഉത്തരം: ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ചോദ്യം 4 റിദ്ദത്ത്. ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. ചോദ്യം 5 ഗൈബ്. ഉത്തരം: സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1 മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദ്യം 2 അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്: ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടമാണ്. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷി ഇടമാണ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1 വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ചോദ്യം 2 ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം എണ്ണം എഴുതുക എന്നതാണ്. ചോദ്യം 1 ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ഉത്തരം: 4. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ 4. ചോദ്യം 2 സൂറത്തു മക്കിയ 86. സൂറത്തു മക്കിയ 86. ചോദ്യം 3 സൂറത്തു മദനിയ 28. സൂറത്തു മദനിയ 28. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1 അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം. ഉത്തരം: ഇസ്ലാം. ചോദ്യം 2 തൗഹീദിൻ്റെ സൂറത്ത്. ഉത്തരം: അൽ ഇഖ്ലാസ്. ചോദ്യം 3 എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം? ഉത്തരം: 23. ചോദ്യം 4 മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? ഉത്തരം: പിശാച്ച്. ചോദ്യം 5 പ്രതിഫലം നൽകപ്പെടുന്ന ലോകം. ഉത്തരം: പരലോകം.